ഗുഡ് മോർണിംഗ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ചൂടിനെ വെല്ലിക്കൊണ്ടാണ് വരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നു. തിരഞ്ഞെടുപ്പ് ചൂടും അന്തരീക്ഷത്തിലെ ചൂടും വിഷയമല്ല, ഒരിക്കലും അല്ല. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പരിപ്പുവട വിഭവശാലയിലാണ് നമ്മളിപ്പോഴുള്ളത്. അവിടെ നമുക്കൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടയ്ക്ക് വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കൂടെ വരും. ഇവിടുത്തെ താങ്കളുടെ വിഭവം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇഡ്ഡലി. ഇഡ്ഡലിയും വടയുമാണ് താങ്കൾക്ക് കഴിക്കാറില്ല. ഇഡ്ഡലി ആണ് അല്ലേ? പണ്ട് താങ്കൾ മസാല ദോശയെ കുറിച്ച് പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ ചുവട്ടിലുണ്ട്. മസാല ദോശ മതി, വട വേണ്ട എന്ന് പണ്ട് പറഞ്ഞൊരു ഡയലോഗ് ക്ലാസിക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം. റൈറ്റ്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് നമുക്കൊപ്പം ഉള്ളത്. നല്ല ചൂടുണ്ട്, പക്ഷേ ആ ചൂടൊന്നും ഒരു പ്രശ്നവുമല്ല രാജ്മോഹൻ ഉണ്ണിത്താനെ. ഇതിനേക്കാൾ വലിയ ചൂട് കടന്നു വന്ന ആൾക്കാരുടെ അടുത്ത് ഈ ചൂട് കാണിച്ച് പേടിപ്പിക്കരുത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു നിലപാട് തന്നെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ അന്തരീക്ഷത്തിലെ ചൂട്? ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തീയിൽ കുരുത്താണല്ലോ, അപ്പോൾ വെയിലത്ത് വാടത്തില്ലല്ലോ. അതുകൊണ്ട് അന്തരീക്ഷത്തിലെ ചൂടൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ ഓരോ ദിവസവും പര്യടനത്തിന് മുമ്പ് നിങ്ങളുടെ റിപ്പോർട്ടോട് ചോദിച്ചാൽ മതി. പൂർവാധികം ശക്തിയായിട്ടാണ് ഓരോ ദിവസവും പ്രയാണത്തിൽ ഇറങ്ങുന്നത്. ഒരു അവശതയോ ക്ഷീണമോ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. അത് തഥാസ്തു എന്ന് പറയുന്നൊരു വാക്കുണ്ട്. മനസ്സെന്ത് തീരുമാനിക്കുന്നു ശരീരം ആ ദിശയിലേക്ക് സഞ്ചരിക്കും. എന്റെ മനസ്സ് വളരെ മെന്റൽ പവർ കൂടിയിട്ടുണ്ട്. കൂടി വരും. വടക്കൻ കേരളത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടോ? കൊല്ലത്തുനിന്ന് കാസർഗോഡേക്ക് ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ 1968 തൊട്ട് കേരളം മൊത്തം സഞ്ചരിക്കുന്ന ആളാണ്. അതെ, 14 ജില്ലകളിൽ എത്രയോ പ്രാവശ്യം പോയി. ഞാൻ സഞ്ചരിക്കാത്ത ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കേരളത്തിൽ ഇല്ല. പക്ഷേ ഇപ്പൊ കാസർഗോഡുകാരനായോണ്ട് ഞാൻ പറയല്ല, ഈ 14 ജില്ലയിൽ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ജില്ലയായിട്ടാണ് എനിക്ക് കാസർഗോഡ് തോന്നി. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ 4 വരി കവിതയുണ്ട്. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും, ഏത് യന്ത്രവൽകൃത യുഗത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്ന പൂക്കളും. പോലെ പരിശുദ്ധമാണ് ഇവിടുത്തെ ആളുകളുടെ മനസ്സ്. പളങ്കപാത്രം പോലെ പവിത്രമാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് എന്നെ ഇഷ്ടമാണ്. പാത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ കയറിയത്, നമ്മൾ മറന്നുപോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. തീർച്ചയായും. എന്താണ് രാവിലെ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസം? ഞാൻ ഇന്നത്തെ ദിവസം ഒരു വട മാത്രം. നിങ്ങൾ വടയെ ഇങ്ങനെ ആക്ഷേപിച്ചു, വടയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട്. വടയെ ആദ്യമായും മലയാളത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചില പ്രയോഗങ്ങളുണ്ടല്ലോ, അസ്ഥാനത്ത് കൊള്ളുന്ന പ്രയോഗങ്ങളാ. പഞ്ച് ഡയലോഗ് സ്ഥാനത്ത് കൊള്ളുന്ന പ്രയോഗങ്ങളാ. മാത്രമല്ല അത് കേട്ടാലുണ്ടോ അവിടെ ഇരിപ്പത, അത് കേട്ടാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് ബോംബിടുന്നത്. നമ്മൾ ഇതിലേക്ക് വന്നാൽ ബോംബിന്റെ കാര്യം കൂടി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യണം. ഈ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അങ്ങയുടെ വൈഫിനെ കൂടി ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചു. സുധച്ചേച്ചി അല്ലേ വൈഫ്? ഞാൻ ഇന്നലെ രാത്രിയിൽ വെസ്റ്റ് ഏരിയയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു തെയ്യത്തിന് പോയി. തെയ്യത്തിന് പോയിട്ട് 2:30 മണിയായി വന്നപ്പോൾ. അപ്പോൾ വൈഫിന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. 2:30 മണിക്ക് വന്നു. പിന്നെ ഞാൻ വന്നു, കുളിച്ചു, എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അപ്പം ഉറക്കം തീരെയില്ല. നമുക്ക് പ്രകാശിനെ വിളിക്കാം. പ്രകാശാണ് ഈ പരിപ്പ് കടയുടെ ഉടമയെന്നറിയാമല്ലോ. പണ്ട് പ്രകാശിൻ്റെ വളർച്ച എനിക്കൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രാഷ്ട്രീയ വളർച്ച പോലെ തന്നെയാണ്. കാരണം എത്രയോ കാലങ്ങളായി ഒരു സ്ഥലത്ത് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ എന്നാൽ വളരെ സമർപ്പണം ചെയ്ത് ജീവിച്ചൊരു മനസ്സാണ്. 1 രൂപയ്ക്ക് പരിപ്പോട വിറ്റിട്ടുണ്ട് പ്രകാശ്. അങ്ങനെ കഥയുണ്ട്. ആ കഥ അറിയാമോ രാജ്മോഹൻ? ഈ നാട്ടിലെ സകല പണക്കാരുടെയും പൂർവ്വകാല ചരിത്രം എടുത്താൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് അവർ വന്നിട്ടുള്ള എല്ലാവരും. അവരുടെ പൂർവ്വകാല ചരിത്രം എല്ലാവരും ടാറ്റ, ബിർള, ഗോയങ്കി അവരെല്ലാം പഠിച്ചു. ഇന്നത്തെ കോടീശ്വരന്മാർ അവരെല്ലാം താഴെ തട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വരുന്നതിനെ നമ്മൾ അഭിനന്ദിക്കണം. അതേസമയം അനധികൃതമായ മാർഗങ്ങളിലൂടെ, അവിഹിത മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തുന്നവരെ നമ്മൾ തള്ളിപ്പറയും. 1 രൂപയ്ക്ക് പരിപ്പോടെ വിട്ടു തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ രാവിലെ ഇടയ്ക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. നല്ല ഭക്ഷണമാണല്ലേ? നല്ല ഭക്ഷണം. അപ്പോൾ വളരെ ക്ലീൻ നീറ്റ് ഫുഡ് കൊടുക്കുന്നു, ഹൈജീനിക്കായ ഫുഡ് കൊടുക്കുന്നു, രുചികരമായ ഭക്ഷണം കൊടുക്കുന്നു. 1 രൂപ പരിപ്പോടയിൽ നിന്ന് ഇപ്പം പരിപ്പോടയ്ക്ക് എത്ര രൂപയായി? ഇപ്പോൾ 4 രൂപ. 4 രൂപ. ഇപ്പോൾ 4 രൂപ. 4 രൂപ. എനിക്ക് 30 വർഷമായി. 1 രൂപക്ക് ആദ്യം 20 വർഷം 1 രൂപ കൊടുത്തു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിട്ട് 1 രൂപ കൂട്ടി. അങ്ങനെ സ്റ്റെപ്പ് ഇത്രയും കുറച്ച് ഇവരുടെ പരിപ്പ് കൂടെ വളരെ ചെറുതാണ്. സാധാരണ നമ്മൾ 1 അല്ലെങ്കിൽ മാക്സിമം 2 പരിപ്പോടെയല്ല കഴിക്കുള്ളൂ. 5ഉം 10ഉം കഴിക്കുവാണ്. അപ്പോൾ ആ 1 അതിന്റെ ടേസ്റ്റ് പ്രിപ്പറേഷൻ, 2 ഇതിന്റെ വലിപ്പം ചെറുതാണ് എന്നുള്ളത്. അതെങ്ങനെ നമ്മുടെ കടല കുറിക്കുന്ന കണക്ക് പരിപ്പോടെ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ഈ കട എനിക്ക് തോന്നുന്നു പിന്നെ AP അനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തത്.
വണ്ടൂർ MLA വണ്ടൂർ MLA AP അനിൽകുമാർ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലം അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ 1 രൂപയിൽ നിന്ന് 4 രൂപ മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ പരിപ്പോടയ്ക്ക് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് പരിപ്പോട പക്ഷേ 11 മണിയാവും. 10:45 സ്റ്റാർട്ട് ചെയ്ത് രാത്രി 8 മണി വരെ. അപ്പൊ ശ്രീ രാജുവിനടുത്ത് ഉഴുന്നുവടയാണെങ്കിലോ അതോ തൈരുവട വേണോ? തൈരുവടയാവും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് തൈരുവട. അപ്പൊ കുറേ വിഭവങ്ങളുണ്ട്, നമുക്ക് ആ വിഭവങ്ങളൊക്കെ പിന്നീട് പരിചയപ്പെടാം. അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിഭവങ്ങളിലേക്ക് വന്നാൽ ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുന്നിലായി കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാനൂർ ബോംബ് സ്ഫോടനമടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കൾ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കൃപേഷും ശരത്ലാലുമായിരുന്നു അന്നത്തെ ചർച്ചാ വിഷയം. ഇപ്പോൾ പാനൂർ ബോംബ് സ്ഫോടനമാണോ തൊട്ടടുത്ത് രാഷ്ട്രീയ വിഷയമായി നിൽക്കുന്നത്? തീർച്ചയായിട്ടും പാനൂരിലെ ബോംബ് സ്ഫോടനമായി അറസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ പ്രതികളും മാർക്സിസ്റ്റുകാരും DYFIക്കാരുമാണ്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ഇത്തരം സ്ഫോടനങ്ങളുടെയും ഒരു ചരിത്രം എടുത്താൽ എല്ലാ സ്ഫോടനങ്ങളും കൊലപാതകം കഴിയുമ്പോൾ പാർട്ടി രംഗത്ത് വരും. ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല, പ്രതികൾ ആരെങ്കിലും പാർട്ടിക്കാരാണെങ്കിൽ അവരെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ആദ്യം MV ഗോവിന്ദ മാഷ് പറഞ്ഞത്. പക്ഷേ പിന്നീട് DYFIയുടെ സജീവ പ്രവർത്തകർ തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന അവസ്ഥയുണ്ടായി. ആദ്യം തള്ളി പറഞ്ഞു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചത് സന്നദ്ധ പ്രവർത്തനത്തിന് വന്ന DYFI പ്രവർത്തകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, അതിപ്പോ പിണറായി വിജയൻ പറഞ്ഞല്ലോ, കല്യാശ്ശേരിയിൽ നടന്ന രക്ഷാപ്രവർത്തനം ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുക, ഹെൽമറ്റ് കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുക, ആളെ കൊല്ലാൻ ശ്രമിക്കുക. അത് പിണറായി വിജയന്റെ ഭാഷയിൽ അതാണ് ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനമാണ് പാനൂരിൽ നടന്നിരിക്കുന്നത്. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പരാജയം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത്തവണ 2020 ആണ് UDFന്. അപ്പോൾ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച്, സ്ഫോടനങ്ങൾ നടത്തി ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ഒരു അടവ് നയത്തിന്റെ ഭാഗമാണ് ഈ ബോംബ് സ്ഫോടനം. ആ പാനൂരിലെ ബോംബ് സ്ഫോടനം വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. പരാജയം ഭയക്കുന്ന CPM വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് സ്ഫോടനമെന്നാണ് രാജ്മോഹൻ. അരുണേ, ഇതൊരു കുടിൽ വ്യവസായമാണ്. നിങ്ങൾ ഈ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള സകല ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മാണത്തിന്റെ ചരിത്രം പരിശോധിച്ചോ? P ജയരാജന്റെ മകന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയില്ലേ, അയാൾ കൈപ്പത്തി പോയില്ലേ? അപ്പൊ ഇതൊരു കുടിൽ വ്യവസായമാണ്. പക്ഷെ എല്ലാ പാർട്ടികൾക്കും അതിൽ പങ്കുണ്ട് എന്നതാണ് പൊതുവെയുള്ള നിരീക്ഷണം. ഉദാഹരണത്തിന് നെരിക്കാട്ടേരിയിൽ 5 ലീഗ് പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതെ, ഞാൻ പറഞ്ഞത് ആദ്യത്തെ സംഭവമല്ല. അതായത് ഈ മേഖലയിൽ ഇതിനൊരു തുടക്കമിടുന്നതും അല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നതിന് പിന്നിലും ഈ പറയുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും പലപ്പോഴും CPM പ്രതിരോധത്തിലാകുമ്പോൾ അവർ ഈ നിലപാടാണ് ചോദിക്കുന്നത്. കേരളം ഭരിക്കുന്ന ആരാണ്? ആഭ്യന്തരമന്ത്രി ആരാണ്? ശ്രീ പിണറായി വിജയനാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, പെരുമാറ്റച്ചട്ടം വന്നു, അതൊക്കെ വേറെ കാര്യം. എന്നാലും ഈ 26-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും പിണറായി വിജയൻ തന്നെയാണല്ലോ ആഭ്യന്തരമന്ത്രി. അപ്പോൾ പോലീസ് ഓഫീസർമാർ ഒരിക്കലും കുറ്റവാളികളെ അല്ലാതെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രതികൾ മുഴുവൻ DYFIക്കാരാണ്. പിന്നെ അവർ തന്നെ. അപ്പം ഇതൊരു സാധാരണ പ്രക്രിയ പോലെ ആളുകളെ തള്ളിപ്പറയുന്നു, അല്ലാതെ ഇതിനകത്ത് യാതൊരു പുതുമയില്ല. മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന കൊലപാതകങ്ങൾക്ക് ശേഷം, ബോംബ് സ്ഫോടനങ്ങൾക്ക് ശേഷം നടത്തുന്ന ഈ പ്രസ്താവനകൾ ഒരു തനി ആവർത്തനം മാത്രമാണ്, പുതുമയില്ല. രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം. അതിപ്പോ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനത്തിന് ഒരു പുതിയ നിർവചനം കണ്ടെത്തി. ആരുടെ തലയടിച്ച് പൊട്ടിക്കുന്നു, ആരെ കൊല്ലാൻ ശ്രമിക്കുന്നു, ചെടിച്ചട്ടി കൊണ്ട്, അതാണ് രക്ഷാപ്രവർത്തനം. ചെടിച്ചട്ടി കൊണ്ട് തലയിലടിച്ചാൽ രക്ഷാപ്രവർത്തനം, ബോംബ് പൊട്ടി മരിച്ചാൽ സന്നദ്ധ പ്രവർത്തനം. അതാണോ സന്നദ്ധ പ്രവർത്തനം എന്ന് വെച്ചാൽ? പിണറായി വിജയൻ പറയുന്നത് മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതിനകത്തെങ്ങും പുതുമയില്ല. പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അക്രമത്തിന്റെ രാഷ്ട്രീയം, കഠാരയുടെ രാഷ്ട്രീയം, കൊലപാതകത്തിന്റെ രാഷ്ട്രീയം, ഇതൊരു കുലത്തൊഴിലാണ്. ശരി.